Hi dears, welcome back to Race Again. It's me Aslam. So probability എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ബേസ് തിയറവുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ബേസ് തിയറം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബേസ് തിയറത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബേസ് തിയറം അറിയാത്ത ആൾക്കാരാണെങ്കിലും അറിയാവുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് മുഖേന സിമ്പിൾ ആയിട്ട് ബേസ് തിയറം പഠിക്കാൻ പറ്റും. ഇനി കൺസെപ്റ്റ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. പ്രോബബിലിറ്റിയുടെ ഒരു ലൈവ് നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നു, ജാനുവരി 1 ലൈവ്. ആ ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന ഒരു വീഡിയോ കൊണ്ട് തന്നെ പ്രോബബിലിറ്റി ബേസ് തിയറം എങ്ങനെ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ആൻഡ് ബോർഡ് പ്രോബ്ലം ആണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നിങ്ങൾക്ക് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. ഇനി അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജാനുവരി 1 ആ ലൈവ് കൊണ്ടുവെക്കുക. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്ക് ആൻഡ് ബോർഡ് പ്രോബ്ലം എക്സാമിന് റിപ്പീറ്റ് ആയി ചോദിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മാരത്തോൺ തന്നു ചെയ്യും കേട്ടോ. ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് വൈസ് എങ്ങനെ അപ്ലൈ ചെയ്യണം മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഇൻ എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾസ് മെഷീൻ A, B and C manufacture respectively 25%, 35% and 40% of the bolts. Of their outputs 5, 4 and 2% are respectively defective bolts. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഞാൻ പറയാൻ പോവാണ്. അതായത് ഒരു ഫാക്ടറി ഉണ്ട്, ബോൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ്. 3 മെഷീൻ ഉണ്ട്, A, B, C. ഈ മെഷീൻസ് ബോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ മെഷീൻസ് ഓരോ മെഷീനും എത്ര ഡിഫക്റ്റീവ് ബോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രൊഡക്റ്റ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അതായത് ഓൾറെഡി നമ്മൾ എന്താക്കി ഒരു ബോൾട്ട് എടുത്തു. അതായത് എല്ലാ മെഷീനും പ്രൊഡ്യൂസ് ചെയ്ത ബോൾട്ടിൽ നിന്ന് ഒരു ബോൾട്ട് നമ്മൾ എന്താക്കി റാൻഡം ആയിട്ട് എടുത്തു. അതൊരു ഡിഫക്റ്റീവ് ബോൾട്ട് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ മെഷീൻ ബി എന്ന് ചോദിക്കുന്നു. എടാ ബേസ് തിയറം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിവൺ ആയിട്ടുള്ള ഇവന്റ് എന്താണ്, ഇനി ഏത് ഇവന്റ് എന്നാണ് ആ ഗിവൺ കണ്ടീഷൻ ഗിവൺ ഇവന്റ് വരുമ്പോൾ കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഗിവൺ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡിഫക്റ്റീവ് ബോൾട്ട് ആണ്. ഡിഫക്റ്റീവ് ബോൾട്ട്, അതായത് നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത ബോൾട്ട് ഡിഫക്റ്റീവ് ആയുള്ള ഇവന്റ് ആണ് ഗിവൺ ആയിട്ടുള്ള ഇവന്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി വരുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? മെഷീൻ A, മെഷീൻ B, മെഷീൻ C. അതായത് മെഷീൻ B പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾട്ട് വരുന്ന പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിഫക്റ്റീവ് ബോൾട്ട് ആണെങ്കിൽ മെഷീൻ B പ്രൊഡ്യൂസ് ചെയ്ത ഡിഫക്റ്റീവ് ബോൾട്ട് ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് മീൻസ് B ഗിവൺ ഡിഫക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്താക്കാൻ പോവാണ്? ആദ്യം ഇവന്റ്സ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ EA എന്ന് പറയുന്ന ഇവന്റ്. EA എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ ദ ബോൾട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ A ആണ്. ഇനി നെക്സ്റ്റ് EB എന്ന് പറയുന്ന ഇവന്റ് സെയിം ബോൾട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ B ആണ്. ഇനി നെക്സ്റ്റ് EC എന്ന് പറയുന്ന ഇവന്റ് ഇത് ദ ബോൾട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ C ആണ്. 3 ഇവന്റ്സ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ മൂന്ന് ഇവന്റ്സ് ആക്ച്വലി എന്തായിരിക്കണം? സാമ്പിൾ സ്പേസിന്റെ പാർട്ടീഷൻ ആയിരിക്കണം. ഈ 3 ഇവന്റ്സ് എന്തായിരിക്കണം? പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ ഗിവൺ കണ്ടീഷൻ വരുന്ന ഇവന്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതേതാണ്? D എന്ന് പറയുന്ന ഇവന്റ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അതെന്തായിരിക്കണം? ഡിഫക്റ്റീവ് ബോൾട്ട്. നമ്മൾ പിക്ക് ചെയ്ത ബോൾട്ട് എന്തായിരിക്കണം? ഡിഫക്റ്റീവ് ബോൾട്ട്. സോ ഇത്ര ഇവന്റ്സ് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗിവൺ ഡിഫക്റ്റീവ് ബോൾട്ട് ആണെങ്കിൽ അത് B എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ P ഓഫ് കണ്ടുപിടിക്കുന്ന പ്രോബിലിറ്റി P ഓഫ് EB ഗിവൺ D ആണ് വേണ്ടത്. P ഓഫ് EB ഗിവൺ D നമ്മൾ എന്താക്കുന്നു? ഇക്വേഷൻ ഫോർമാറ്റിൽ മാറ്റുന്നു. അത് ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആദ്യമേ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്രോബിലിറ്റീസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്താക്കുന്നു? P ഓഫ് EB ഗിവൺ D ബൈ ബേസ് തിയറം നമുക്ക് വേണ്ട പ്രോബിലിറ്റീസ് ന്യൂമറേറ്ററിൽ P ഓഫ് EB into P of D given EB divided by P of EA into P of D given EA plus P of EB into P of D given EB plus P of EC into P of D given EC. ഇത്രയും പ്രോബിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. സോ P ഓഫ് EB വേണം, P ഓഫ് EA വേണം, P ഓഫ് EC വേണം, പിന്നെ P ഓഫ് D given EB വേണം, P ഓഫ് D given EA വേണം, പിന്നെ P ഓഫ് D given EB വേണം, P ഓഫ് D given EC വേണം. അതായത് 6 പ്രോബിലിറ്റീസ് വേണ്ടത്. ഈ 6 പ്രോബിലിറ്റീസും ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന പ്രോബിലിറ്റീസ് ആണ്, നമ്മൾ കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വൺ P ഓഫ് EB കണ്ടുപിടിക്കുന്നു. P ഓഫ് EB എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു P ഓഫ് EBയും EA കണ്ടുപിടിക്കട്ടോ. ഞാൻ EA ആക്കിയാണ്. P ഓഫ് EA കണ്ടുപിടിക്കുന്നു.
പി ഓഫ് ഇ എ എന്ന് പറഞ്ഞാൽ ദ ബോൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ആണ്. 25% ആണ് എ എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ പ്രോബിലിറ്റി ആക്കി മാറ്റുമ്പോൾ 25/100 ആയിട്ട് മാറും. പെർസെൻറ്റേജിനെ പ്രോബിലിറ്റിയിലേക്ക് മാറ്റുമ്പോൾ സോ 25/100 ആണ്. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, മാറ്റാൻ നിൽക്കണ്ട, കാരണം സിംപ്ലിഫിക്കേഷൻ ഏറ്റവും നല്ലത് അങ്ങനെ കിടക്കുന്ന കേട്ടോ. നെക്സ്റ്റ് വൺ പി ഓഫ് ഇ ബി ആണ്. പി ഓഫ് ഇ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾസിന് എണ്ണമാണ് 35% ആണ്. സോ പി ഓഫ് ഇ ബി എന്ന് പറഞ്ഞാൽ 35/100 ആയിട്ട് മാറും. നെക്സ്റ്റ് വേണ്ടത് പി ഓഫ് ഇ സി ആണ്. പി ഓഫ് ഇ സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾസിന്റെ എണ്ണത്തിന്റെ പ്രോബിലിറ്റി പെർസെൻറ്റേജ് 40 ആണ്. സോ പ്രോബിലിറ്റി എന്തായിട്ട് മാറും? 40/100 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വേണ്ടത് എന്താണ്? പി ഓഫ് ഡി ഗിവൺ ഇ എ വേണം. അതായത് ഈ എ എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾസിന്റെ പ്രോബിലിറ്റി ആണ്. എടാ, എ എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾട്ടിന്റെ പെർസെൻറ്റേജ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്തായിട്ട് മാറും? 5/100 ആയിട്ട് മാറും. സോ 5/100. നെക്സ്റ്റ് വൺ പി ഓഫ് ഡി ഗിവൺ ഇ ബി. സിമിലർലി ഇ ബി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾസിന്റെ പ്രോബിലിറ്റി വിച്ച് മീൻസ് ഇ ബി എന്ന് പറയുന്ന മെഷീൻ ബി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾസിന്റെ പെർസെൻറ്റേജ് എന്താണ്? 4 ആണ്. വിച്ച് മീൻസ് എന്തായിട്ട് മാറി? 4/100 ആയിട്ട് മാറി. കോമ നെക്സ്റ്റ് വൺ പി ഓഫ് ഡി ഗിവൺ ഇ സി. ഇതെന്താണ് ആക്ച്വലി പറയുന്നത്? സി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾസിന്റെ പ്രോബിലിറ്റി വിച്ച് മീൻസ് സി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ബോൾസിന്റെ എണ്ണം 2 ആണ്, 2% ആണ്. വിച്ച് മീൻസ് 2/100 ആയിട്ട് മാറും. 2/100. ഓക്കെ, എല്ലാ പ്രോബിലിറ്റീസ് കിട്ടി കഴിഞ്ഞു. ഇനി ഈ കാണുന്ന ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 35/100 × 4/100 വരും. അതേപോലെ ഇതെല്ലാം അതേപോലെ ചെയ്ത് വെച്ചു. ഫൈനൽ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട് 28/16 ആണ്. സിംപ്ലിഫിക്കേഷൻ ആണ്. നിങ്ങൾ എന്താക്കുക? സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ വരുന്ന ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്ററിൽ 100 × 100 ഉണ്ട്. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലെ എല്ലാ ഫ്രാക്ഷൻസിലും ഓരോ ടേമിലും 100/100 വരുന്നുണ്ട്. സോ നമുക്ക് എന്താക്കാം? ആ ഡിനോമിനേറ്ററിൽ വരുന്ന 100 × 100 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരെ ആഡ് ചെയ്താൽ മതി. ആൻസർ വരിക 28/69 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ആൻസർ ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. 28/69 ആൻസർ വരും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂത്ത് വരുന്ന, അതായത് ഒരാൾ ട്രൂത്ത് സംസാരിക്കുന്ന ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ക്വസ്റ്റ്യൻ പറയുന്നത് എ man is known to speak truth 3 out of 4 times. He throws a die and reports that it is a 6. Find the probability that it is actually a 6 എന്ന് പറയുന്നു. അതായത് ഒരു മനുഷ്യനുണ്ട്, അയാൾ 3 out of 4 times ആണ് സത്യം മാത്രം പറയുള്ളൂ. ഓക്കെ, he throws a die and reports that it is a 6. അതായത് അയാൾ ഡൈ ത്രോ ചെയ്യുന്നു, അത് 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആക്ച്വലി 6 ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ അഗെയിൻ ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവൻസ് വേണം. ഇവൻസ് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് ഇവിടെ വരുന്നത്? അയാൾ ഡൈ ത്രോ ചെയ്യുന്നു, ഡൈ ത്രോ ചെയ്തിട്ട് അത് 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അയാൾ ഡൈ ത്രോ ചെയ്യുന്നു, റിപ്പോർട്ട് ഇറ്റ് ഈസ് 6 എന്ന് പറയുന്നു. വിച്ച് മീൻസ് ഇവിടെ ഇവൻസ് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈവൺ എന്ന് പറയുന്ന ഇവന്റ് നമ്മുടെ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 6 അല്ല വേണ്ടത്. സോ 6 ഒക്കേഴ്സ്. ഡൈൽ എന്താവുന്നു? 6 വരുന്നു, 6 ഒക്കേഴ്സ്. അതേപോലെ E2 എന്ന് പറയുന്ന ഇവൻ എന്താണ്? 6 ഡസ് നോട്ട് ഒക്കേഴ്സ്. 6 അല്ല വരുന്നത്, ഒക്കേഴ്സ്. ഇനി അതേപോലെ തന്നെ അടുത്ത കാര്യം അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ചെയ്യുന്നത് 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഇവന്റ് ദ മാൻ റിപ്പോർട്ട്സ് ഇറ്റ് ഈസ് എ 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും ഇവൻസ് ആണ് വേണ്ടത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത് 6 ആണെങ്കിൽ അത് ഈവൺ ആകാനുള്ള 6 ആക്ച്വലി ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് മീൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ മനുഷ്യൻ, ആ മാൻ പറയുന്നു അത് 6 ആണെന്ന്. സോ ദ മാൻ സ്പീക്സ് ട്രൂത്ത്. അതായത് റിപ്പോർട്ട് ചെയ്യുന്നത് 6 എന്നുള്ള ഇവന്റ് ഏതാണ്? എ എന്ന് പറയുന്ന ഇവന്റ് ആണ്. ഇതാണ് ഗിവൺ ഇവന്റ്, ഗിവൺ എ. ഇനി അത് 6 ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി, അത് ആക്ച്വലി 6 ആകാന്ന് പറയുന്നത് എന്താണ്? ഈവൺ. 6 ഒക്കർ ചെയ്താൽ അയാൾ പറഞ്ഞത് ശരിയാവുകയുള്ളൂ, 6 ആക്ച്വലി വരികയുള്ളൂ. വിച്ച് മീൻസ് ഈവൺ ഗിവൺ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് ഈവൺ ഗിവൺ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി പി ഓഫ് ഈവൺ ഗിവൺ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് ഈവൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈവൺ ഡിവൈഡ് ബൈ P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇത്രയും പ്രോബിലിറ്റീസ് വേണം. P of E1, P of E2, P of A given E1, P of A given E2. ഇത്രയും പ്രോബിലിറ്റീസ് വേണം. സോ ഫസ്റ്റ് P of E1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക?
അതായത് ഒരു ഡൈ ത്രോ ചെയ്താൽ 6 ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/6 അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സോ 1/6. ഇനി പി ഓഫ് E2 എന്ന് പറഞ്ഞാലോ, പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ 6 അല്ലാതിരിക്കാൻ, 6 അല്ലാത്ത എത്ര ഔട്ട്കംസ് ഉണ്ടാവും? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 5 ഔട്ട്കംസ് ഉണ്ടാവും. സോ 6 ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി, 1 - 1/6 ചെയ്താൽ മതി, 5/6 കിട്ടും. സോ പി ഓഫ് E1 പി ഓഫ് E2 കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് എന്താണ്? പി ഓഫ് എ ഗിവൺ E1 വേണം. പി ഓഫ് എ ഗിവൺ E1 നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അതായത് 6 ഒക്കർ ചെയ്തു. ആ മനുഷ്യൻ എന്താക്കി? ആ മാൻ സ്പീക്ക് ചെയ്തു, 6 ആണ് വന്നത്. അതായത് അയാൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ട്രൂത്ത് ആണ്, അയാൾ സത്യമാണ് പറഞ്ഞത്. ആ സത്യം പറയാനുള്ള പ്രോബിലിറ്റി എന്താണ്? 3 out of 4 ടൈംസ് ആണ്, വിച്ച് മീൻസ് 3/4 ആയിട്ട് മാറി. 3/4. ഓക്കെ, നെക്സ്റ്റ് പി ഓഫ് പി ഓഫ് എ ഗിവൺ E2 ആണ്. പി ഓഫ് എ ഗിവൺ E2 ഇവിടെ എന്താ പറയുന്നത്? ഇതിന്റെ മീനിങ് എന്താ? E2 എന്ന് പറഞ്ഞാൽ 6 അല്ല വന്നത്, പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞ എന്താണ്? 6 ആണെന്ന് പറഞ്ഞു, വിച്ച് മീൻസ് അയാൾ കളവ് പറഞ്ഞു. അയാൾ കളവ് പറയാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഈ 3/4ന്റെ കോംപ്ലിമെന്റ്, അതായത് 1 - 3/4 ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. സോ സത്യം പറയാനുള്ള പ്രോബിലിറ്റി 3/4 ആണെങ്കിൽ കളവ് പറയാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1 - 3/4 വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ആയിട്ട് മാറും. അതായത് 1 - 3/4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. എല്ലാ പ്രോബിലിറ്റീസ് കിട്ടി കഴിഞ്ഞു. നേരെ എന്താക്കുക? ഇവിടെ ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓൾറെഡി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/6 × 3/4 ഡിവൈഡ് ബൈ 1/6 × 3/4 പ്ലസ് 5/6 × 1/4. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ 6 × 4 ഡിനോമിനേറ്ററിൽ വരുന്ന 6 × 4 ഒക്കെ ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ ഒരു 3, ഇവിടെ ന്യൂമറേറ്ററിൽ 3 ഉണ്ട്, ഇവിടെയും ന്യൂമറേറ്ററിൽ 3 + 5 ഉണ്ട്. അതിലും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ 3/8 ആണ് ആൻസർ വരിക. സോ ഇവിടെ ആൻസർ എന്ത് കിട്ടി? 3/8 കിട്ടി. ഇതാണ് റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താക്കുക ചെയ്ത് വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. PYQയിൽ കുറേ മുമ്പ് ചോദിച്ചതാണ്, അതുകൊണ്ട് മേ ബി ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മുമ്പ് ചോദിക്കുന്ന റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ മേ ബി ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത്, എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 cards ഈസ് ലോസ്റ്റ്. ഫ്രം ദ റിമൈനിങ് കാർഡ്സ് ഓഫ് ദ പാക്ക് 2 cards ആർ ഡ്രോൺ ആൻഡ് ആർ ഫൗണ്ട് ടു ബി ബോത്ത് ഡയമണ്ട്സ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ലോസ്റ്റ് കാർഡ് ബീങ് എ ഡയമണ്ട് എന്ന് പറയുന്നു. സോ അഗെയിൻ നമുക്ക് എന്താക്കാം? ഒരു പാക്ക് ഓഫ് 52 cards ഉണ്ട്. അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് എന്തായി? ലോസ്റ്റായി. അങ്ങനെയാ. എന്നിട്ട് എന്താക്കി? ആ ലോസ്റ്റ് ആയ പാക്കിൽ നിന്നും ഒരു കാർഡ് ലോസ്റ്റ് ആയാൽ 51 cards ആയിട്ട് മാറി. അതും നമ്മൾ എന്താക്കി? 2 കാർഡ് എന്താക്കി? റാൻഡമായി ഡ്രോ ചെയ്തു. അങ്ങനെ ഡ്രോ ചെയ്തപ്പോൾ 2 കാർഡും എന്താണ്? ഡയമണ്ട് ആണെന്ന് മനസ്സിലായി. 2 കാർഡും എന്താണ്? ഡയമണ്ട് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ലോസ്റ്റ് കാർഡ് എന്തായിരിക്കണം? ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഇവന്റ്സ് വേണം. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ E1 E2. ഗിവൺ ഇവന്റ്സ് മനസ്സിലാക്കുക. ഗിവൺ ഇവന്റ് എന്താണ്? ദ ഡ്രോൺ 2 cards ആർ ബോത്ത് ഡയമണ്ട് കാർഡ്സ് ആയിരിക്കണം, ഡ്രോൺ കാർഡ്സ്. സോ ഇതാണ് ഗിവൺ ഇവന്റ്. ഗിവൺ ഇവന്റ് ഒറ്റന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താക്കണം? E1 E2 വേണം. അതായത് ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി. സോ 2 ഇവന്റ്സിൽ ഫസ്റ്റ് ഇവന്റ് ദ ലോസ്റ്റ് കാർഡ് ഈസ് ഡയമണ്ട്. സെക്കൻഡ് ഇവന്റ് E2 എന്ന് പറഞ്ഞാൽ ദ ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് ഡയമണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കുന്നു? ഡ്രോൺ ചെയ്ത കാർഡ്സ് ബോത്ത് ഡയമണ്ട് ആണെന്നുള്ള പ്രോബിലിറ്റി ഇവന്റ് ആണ്. സോ എ എന്ന് പറയുന്ന ഇവന്റ് ദ ഡ്രോൺ കാർഡ്സ് ബോത്ത് കാർഡ്സ് ആർ ഡയമണ്ട്. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇത് ഓൾറെഡി ഗിവൺ ആണ്, ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാർഡ് നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആകാനുള്ള പ്രോബിലിറ്റി വിച്ച് മീൻസ് പി ഓഫ് E1 ഗിവൺ എ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പി ഓഫ് E1 ഗിവൺ എ വിച്ച് ഇസ് ഈക്വൽ പി ഓഫ് E1 ഗിവൺ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ആണ്, ഡിവൈഡ് ബൈ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഓക്കെ, ഇനി ഇത്രയും പ്രോബിലിറ്റീസ് ആണ് വേണ്ടത്. സോ ഓരോ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ പി ഓഫ് E1 എന്ന് പറയുന്ന ഇവൻ എന്താണ്? ദ ലോസ്റ്റ് കാർഡ് ഈസ് എ ഡയമണ്ട്. ഒരു കാർഡാണ് നഷ്ടപ്പെട്ടത്, ആ കാർഡ് ഡയമണ്ട് ആകാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ 52 cards ഉണ്ടാവും. അതിൽ എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും? 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും. സോ വിച്ച് മീൻസ് പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 13/52. 13/52 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4 എന്ന് വരും. ഇനി പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റി വിച്ച് മീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? 1 - 1/4 ചെയ്യാം. ഇതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം,
ഡയമണ്ട് അല്ലാത്ത 39 കാർഡ്സ് ഉണ്ടാവും, ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. സോ 39/52 ആണ് വരിക. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. സോ പി ഓഫ് E2 3/4 കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ട പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഗിവൺ E1 ആണ്. പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ E1 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആണ്. ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആണ്. എ എന്ന് പറയുന്ന ഇവന്റ് ആണോ? നമ്മൾ 2 കാർഡ് എടുത്തപ്പോൾ അത് രണ്ടും ഡയമണ്ട് ആകാനുള്ള പ്രോബിലിറ്റി. സോ ഒരു ഡയമണ്ട് കാർഡ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ റിമൈനിങ് 51 പാക്ക് ഓഫ് കാർഡ്സിൽ എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും? 12 ഡയമണ്ട് കാർഡ്സ് അല്ലേ? 51ൽ 12 ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഡയമണ്ട് കാർഡ് ലോസ്റ്റ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് 2 കാർഡിനെ, അതായത് 12 ഡയമണ്ട് കാർഡെന്നും 2 കാർഡിനെ നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 12C2 ആണ് വരിക. ഇവിടെ നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യണം. 12C2 ആയിട്ട് മാറി. ഡിവൈഡ് ബൈ 51. എത്ര രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും? 2 കാർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. 51 കാർഡ്സ് നിന്നും എത്ര രീതിയിൽ നമുക്ക് 2 കാർഡ് സെലക്ട് ചെയ്യാൻ പറ്റും? 51C2 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 51C2 ആണ്. പി ഓഫ് എ ഗിവൺ E1 എന്തായിട്ട് മാറി? 12C2 ഡിവൈഡ് ബൈ 51C2. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 12 × 11/1 × 2 ഡിവൈഡ് ബൈ 51C2 എന്ന് പറഞ്ഞാൽ 50 × 51/1 × 2 ആണ്. ഇതും ക്യാൻസൽ ആയി ഈക്വൽ ടു 12 × 11/50 × 51 വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? പി ഓഫ് എ ഗിവൺ E2 ആണ്. ഇതേപോലെ പി ഓഫ് എ ഗിവൺ E2. E2 എന്ന് പറയുന്ന പ്രോബിലിറ്റി E2 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് എ ഡയമണ്ട്. അതായത് ഒരു കാർഡ് ലോസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് ഡയമണ്ട് കാർഡ് അല്ല. സോ ആ പാക്ക് ഓഫ് 51 കാർഡ്സിൽ ഒരു കാർഡ് ലോസ്റ്റ് ആയാൽ 51 കാർഡ്സ് ഉണ്ടാവും. അതിൽ എത്ര എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും? 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ 13 ഡയമണ്ട് കാർഡ്സ് നിന്നും 2 ഡയമണ്ട് കാർഡ്സ് സെലക്ട് ചെയ്യാൻ 13C2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 51C2 തന്നെ, ഒരു മാറ്റവുമില്ല. 13C2 എന്ന് പറഞ്ഞാൽ 30 × 12/1 × 2 ആണ്. ഡിവൈഡ് ബൈ 51C2 എന്ന് പറഞ്ഞാൽ 50 × 51 × 50/1 × 2 ആണ്. ഇതും ക്യാൻസലായി റിമൈനിങ് എന്ത് വന്നു? 13 × 12/51 × 50. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പ്രോബബിലിറ്റീസ് ഒക്കെ നേരെ നമ്മൾ എന്താക്കുന്നു? ഇവിടെ കാണുന്ന ഇക്വേഷനിൽ ഓരോന്നിന് നേരക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടിരിക്കുന്നു. ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ 11/50 ആണ് ആൻസർ വന്നത്. നിങ്ങൾ എന്താക്കുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 11/50 എന്ന് കിട്ടിയിരിക്കും. ഡിനോമിനേറ്ററിൽ വരുന്ന ആൾക്കാരൊക്കെ ക്യാൻസൽ ആയി പോട്ടോ. ഇത് ക്യാൻസൽ ആവും, ഇതിങ്ങനെ ക്യാൻസൽ ആയി പോയി. ന്യൂമറേറ്ററിൽ വരുന്ന ഈ 12 ഇവിടെയും 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. സോ 12 ക്യാൻസൽ ആവും. ന്യൂമറേറ്ററിൽ 11 മാത്രമായി മാറും. ഡിനോമിനേറ്ററിൽ 11 ഉണ്ട്, ഒരു 3 × 13 ഉണ്ട്. 3 × 13 39 ആണ്. അതേപോലെ തന്നെ 11 ഉണ്ട്, സോറി 11 പ്ലസ് ആണ് ഇവിടെ. 11 ഇൻറ്റു അല്ല, 11 പ്ലസ് 3 × 13 ആണ് വരിക. അത് 11/15 ആയിട്ട് മാറും. ഇങ്ങനെ നിങ്ങൾ എന്താക്കുക? ഫൈനൽ ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുക. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ bag 1 contains 3 red and 4 black balls and bag 2 contains 4 red and 5 black balls. One ball is transferred from bag 1 to bag 2 and then a ball is drawn from bag 2. Okay, ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന ബാഗ് ആൻഡ് ബോൾ ക്വസ്റ്റ്യൻ അല്ല. ഒരു ബാഗ് 1ൽ 3 റെഡ് ബോളും 4 ബ്ലാക്ക് ബോളും ഉണ്ട്. ബാഗ് 2ൽ 4 റെഡ് ബോളും 5 ബ്ലാക്ക് ബോളും ഉണ്ട്. സോ ബാഗ് 1 ബാഗ് 2, ബാഗ് 1 ബാഗ് 2, 3 റെഡ് 4 ബ്ലാക്ക്, അതേപോലെ തന്നെ 4 റെഡ് 5 ബ്ലാക്ക്. 1 ബോൾ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബാഗ് 1 ടു ബാഗ് 2. ഒരു ബോൾ എന്താക്കുന്നു? ബാഗ് 1ൽ നിന്ന് ബാഗ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഏതാ ബോൾ നമുക്കറിയില്ല. ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒന്നെങ്കിൽ റെഡ് ആകാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആവാം. ഓക്കെ, പിന്നെ പറയുന്നത് ദ ബോൾ ഈസ് ഫൗണ്ട് ടു ബി റെഡ് ഇൻ കളർ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ബോൾ ഈസ് drawn is found to be red in color. Find the probability that the transferred ball is black എന്ന് പറയുന്നു. അതായത് ബാഗ് 2 നമ്മൾ എന്താക്കുന്നു? ഒരു ബോൾ എടുക്കുന്നു. ആ ബോൾ എടുത്തപ്പോൾ അത് റെഡ് ആണെന്ന് മനസ്സിലായി. ബാഗ് 2 നിന്നും നമ്മളൊരു ബോൾ എടുത്തു. ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ബാഗ് 1 നിന്ന് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ബാഗ് 2 നമ്മളൊരു ബോൾ എടുക്കുന്നു. ആ എടുത്ത ബോൾ റെഡ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ബോൾ എന്തായിരിക്കണം? ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എഗെയിൻ നമുക്ക് എന്ത് വേണം? ഇവന്റ്സ് വേണം. E1 എന്ന് പറയുന്ന ഇവന്റ്, E2 എന്ന് പറയുന്ന ഇവന്റ്, 2 ഇവന്റ്സ് ഉണ്ടാകുക. കാരണം 2 രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫറിങ് ആണ് E1 E2 എന്ന് പറയുന്ന ഇവന്റ്സ്. ഒന്നെങ്കിൽ നമുക്ക് റെഡ് ബോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ, ഇതിൽ ഏതെങ്കിലും ഒന്നേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ E1 എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് റെഡ് ബോൾ. E2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ബ്ലാക്ക് ബോൾ.
ഓക്കെ, ട്രാൻസ്ഫറിങ് റെഡ് ബോൾ ആൻഡ് ട്രാൻസ്ഫറിങ് ബ്ലാക്ക് ബോൾ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഗിവൺ ഇവന്റ് ഏതാണ്? നമ്മൾ എടുത്ത ബോൾ എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ആണ്. സോ ആർ എന്ന് പറയുന്ന ഇവന്റ് ദ ഡ്രോൺ ബോൾ ഈസ് റെഡ്. ഓക്കെ, ഇത്ര ഇവന്റ്സ് കിട്ടി കഴിഞ്ഞു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ദ ഡ്രോൺ ബോൾ റെഡ് ആണെങ്കിൽ, നമ്മൾ ബാക്ക് ടു നിന്ന് എടുത്ത ബോൾ റെഡ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. സോറി, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ E2 ആണ്. ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. വിച്ച് മീൻസ് P ഓഫ് E2 given R ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. P ഓഫ് E2 given R. P ഓഫ് E2 given R എന്ന് പറഞ്ഞാൽ P ഓഫ് E2 into P ഓഫ് R given E2 divide by P ഓഫ് E1 into P ഓഫ് R given E1 plus P of E2 into P of R given E2. ഇത്രയും പ്രോബിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. സോ P of E2 വേണം, P of E1 വേണം. നമുക്ക് P of E1 ഉം P of E2 ഉം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. P of E1. P of E1 എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗിൽ നിന്നും സെക്കൻഡ് ബാഗിലേക്ക്, ഫസ്റ്റ് ബാഗിൽ നിന്നും സെക്കൻഡ് ബാഗിലേക്ക് E1 എന്ന് പറയുന്ന ഇവന്റ് റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. ട്രാൻസ്ഫറിങ് റെഡ് ബോൾ അല്ലേ? സോ ഫസ്റ്റ് ബാഗിൽ നിന്നും സെക്കൻഡ് ബാഗിലേക്ക് റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 റെഡ് ബോൾ ഉണ്ട്, ടോട്ടൽ 7 ബോൾ ഉണ്ട്. 3/7 അല്ലേ? കാരണം 3 റെഡ് ബോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ 7 ബോൾ ഒന്നും റാൻഡം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ P ഓഫ് E1 എന്തായിട്ട് മാറി? 3/7. ഇനി P ഓഫ് E2 ആണ്. P ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? E2 എന്ന് പറയുന്ന ഇവന്റ് ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ബോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പ്രോബിലിറ്റി. എഗെയിൻ ഇവിടെ നിന്നും ബ്ലാക്ക് ബോൾ ട്രാൻസ്ഫർ ചെയ്തു. എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 4 ബ്ലാക്ക് ബോൾ ആണ്. ടോട്ടൽ 7 ബോൾസ് ഉണ്ട്. സോ ട്രാൻസ്ഫറിങ് ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ 4/7. P ഓഫ് E1 ഉം P ഓഫ് E2 ഉം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ടത് P ഓഫ് R given E1 ആണ്. അതായത് ട്രാൻസ്ഫേർഡ് ബോൾ E1 എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്യാനാണ്. ട്രാൻസ്ഫേർഡ് ബോൾ റെഡ് ആണെങ്കിൽ R എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ദ ഡ്രോൺ ബോൾ ഈസ് റെഡ്. അതായത് സെക്കൻഡ് ബാഗിൽ നിന്ന് ഡ്രോൺ ചെയ്ത ബോൾ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. നമ്മൾ ഈ ബാഗിൽ നിന്നും ഒരു റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്തു. റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര റെഡ് ബോൾ നമ്മുടെ സെക്കൻഡ് ബാഗിൽ ഉണ്ടാവും? ടോട്ടൽ 5 റെഡ് ബോൾ ആയിട്ട് മാറും. ടോട്ടൽ എത്ര ബോൾ ഉണ്ടാവും? 10 ബോൾ ആയിട്ട് മാറും. 10 ബോൾ ആയിട്ട് മാറും. സോ 5ന്നും 10ന്നും 5 റെഡ് ബോൾ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 5/10 ആയിരിക്കും പ്രോബിലിറ്റി വരിക. സോ P ഓഫ് R given E1 എന്ന് പറഞ്ഞാൽ 5/10. നെക്സ്റ്റ് വൺ എന്താണ്? P ഓഫ് R given E2 ആണ്. E2 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ട്രാൻസ്ഫേർഡ് ബോൾ എന്താണ്? ബ്ലാക്ക് ബോൾ അയക്കണം. സോ ഇവിടെ നമ്മൾ എന്താക്കി? ബ്ലാക്ക് ബോൾ ട്രാൻസ്ഫർ ചെയ്തു. ടോട്ടൽ എത്ര ബ്ലാക്ക് ബോൾ ആയി? 5 ബ്ലാക്ക് ബോൾ ഓൾറെഡി ഉണ്ട്. ഒരു ബോളും കൂടി വന്നാൽ 6 ബ്ലാക്ക് ബോൾ വന്നു. അതേപോലെ ടോട്ടൽ എത്ര ബോൾസ് ആയി? 10 ബോൾസ് ഉണ്ടാവും. 6/10 ആയിരിക്കും ഒരു ബോൾ ബ്ലാക്ക് ബോൾ ട്രാൻസ്ഫർ ചെയ്താൽ വരുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ. വിച്ച് മീൻസ് P ഓഫ് R given E2 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. ഓക്കെ, ഇത് ചെറുതാക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യട്ടോ. സോ 6/10 കിട്ടി. എല്ലാ പ്രോബിലിറ്റീസും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ വാല്യൂസ് അവിടെ കൊടുത്താൽ മതി. സോറി, ബ്ലാക്ക് ബോളിൻ്റെ അല്ലല്ലോ, നമുക്ക് റെഡ് ബോൾ അല്ല വേണ്ടത്. മൈ മിസ്റ്റേക്ക്. ഇവിടെ ബ്ലാക്ക് ബോളിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ബ്ലാക്ക് ബോൾ അല്ല, 4/10 വരിക. ഓക്കെ, കാരണം E2 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? E2 എന്ന് പറഞ്ഞാൽ ഡ്രോൺ ബോൾ ഈസ് റെഡ് ആണ്. സോ ഇവിടെ ടോട്ടൽ 4 റെഡ് ബോൾസ് ആയിരിക്കും, 6 ബ്ലാക്ക് ബോൾ ആണ്. ടോട്ടൽ 10 ബോളൊന്നും റെഡ് ബോൾ ചൂസ് ചെയ്യാൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/10 ആണ്. വിച്ച് മീൻസ് P ഓഫ് R given E2 എന്തായിട്ട് മാറി? 4/10 ആയിട്ട് മാറി കേട്ടോ. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ എന്താക്കുന്നു? നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെയായിരിക്കും വരിക. നിങ്ങൾ എന്താക്കുക? സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 16/31 ആണ് ആൻസർ വരിക. ഡിനോമിനേറ്റർ വരുന്ന 7/7 × 10, 7 × 10. ഈ 7 10 എല്ലാം ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ 4 × 4 16 വന്നു. 3 × 5 എന്താണ്? 15 ആണ്. പ്ലസ് 4 × 4 16. 15 + 16 31 ആയിട്ട് മാറും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 16/31 ആണ് ആൻസർ വരിക. റിക്വയർഡ് പ്രോബിലിറ്റി വരിക. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഡിയർ സ്റ്റുഡൻസ്, അത്യാവശ്യം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്താക്കാം? വർക്കൗട്ടിന് വേണ്ടി ഞാൻ തരാണ്. നിങ്ങൾ എന്താക്കുക? ഇത് ചെയ്ത് നോക്കുക. ആൻസറിങ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താക്കുക? വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിന്റെ ഫൈനൽ ആൻസർ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 12/13 ആണ്. നിങ്ങൾ എന്താക്കുക? ഇതേപോലെ ചെയ്ത് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതേപോലെ ബേസ് തിയറമായിട്ട് റിലേറ്റ് ചെയ്ത് NCERT ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ലൈവിൽ ഈ കാണുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും. നിങ്ങൾ എന്താക്കുക? കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT പഠിക്കാനുള്ള ബേസ് തിയറം മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്കൗട്ട് ചെയ്തൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെ സ്മി അസ്ലം സൈനിങ് ഓഫ് ആൻഡ് ബൈ.